നമസ്കാരം. ഡൽഹിയിലുള്ളത് രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രിക്ക് 9:20 മണ്ടോർ എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്കിന്ന് ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ ട്രെയിനിൽ എടുത്തത് സ്ലീപ്പർ ടിക്കറ്റ് ആയിരുന്നു. വണ്ടി പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുന്നേ ചാർട്ട് പ്രിപ്പയർഡ് ആയപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, സ്ലീപ്പർ നേരെ AC-ലേക്ക് അപ്ഗ്രേഷൻ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിയാണ്. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് AC-ലേക്ക് റെയിൽവേ ഒരു ടിക്കറ്റ് തന്നിരിക്കുകയാണല്ലോ. തീർച്ചയായും. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ന്യൂ ഡൽഹി ഭാഗത്തേക്ക് പോകാനുണ്ട്. നമുക്ക് ചെറിയൊരു 2-3 ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ ഉള്ളത്. ആ മെട്രോ കയറിയിട്ട് നമുക്ക് നേരെ ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോകാം. ഇതാണ് ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം കറക്റ്റ് സമയം 6:30 ഇത് ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ 16-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഭാഗമാണ്. ഇവിടെയാണ് KFC ഒക്കെ ഉള്ളത്. അതിന് തൊട്ട് ഇവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷനും ഉള്ളത്. ആ ഒരു 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസ് ഒക്കെ വരുന്നത് അങ്ങ് അവിടെയാണ്. ഞങ്ങൾ ഭക്ഷണം വാങ്ങിക്കാനാണ് ഇനി പോകുന്നത്. അതായത് പഹഡ്ഗഞ്ച് ഭാഗത്തേക്ക്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഈ ഒരു ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് കഴിച്ച ഭക്ഷണം അധികം ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവിടുന്ന് പാഴ്സൽ വാങ്ങി നേരെ ട്രെയിനിലോട്ട് പോവാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ന്യൂഡൽഹി വന്നു കഴിഞ്ഞാൽ പഹഡ്ഗഞ്ച് ഭാഗത്ത് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുന്നാണ് എപ്പോഴും കഴിക്കാറ്. അപ്പോൾ ഇവിടുന്ന് വാങ്ങി രാത്രി ട്രെയിനിൽ കഴിക്കാമെന്നാണ് ഞാൻ മനു വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ അവിടത്തോട്ട് പോകണമെങ്കിൽ പഹഡ്ഗഞ്ച് ഭാഗം ഉള്ളത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു സൈഡാണ്. നമുക്ക് നേരെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ടച്ച് ചെയ്യാതെ ഇതിലൂടെ മെയിൻ ഒരു ലൈൻ പോകുന്നുണ്ട്. അതായത് ഈ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. അതുവഴി കയറി ആ ഒരു ഭാഗത്തോട്ട് പോകാം. അതിന് പോകേണ്ട ഒരു എസ്കലേറ്ററാണിത്. ഞങ്ങളിവിടെ പഹർഗഞ്ച് ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ റൂംസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെയിൻ സ്ഥലമാണിത്. നമ്മുടെ ഹോട്ടൽ ഏകദേശം എത്താനായി. ഞങ്ങൾ രാത്രിക്കകത്തെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചത് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ്, ബ്രാഹ്മിൻസ് പ്യുർ വെജ്. അപ്പോൾ ഇത് മലയാളികളുടെ റെസ്റ്റോറൻ്റാണ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പെട്ടെന്ന് പോവാം. ഞങ്ങളങ്ങനെ തിരിച്ച് ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ബാഗൊക്കെ ഉള്ളത് ഇവിടുത്തെ ഡോർമെട്രിയിലാണ്. ഈ ഒരു പകൽ മുഴുവനും ഞങ്ങൾ ഇവിടുത്തെ ഡോർമെട്രിയിലാണ് താമസിച്ചത്. ഇതേ ഇങ്ങ് കാണുന്ന ഈ ഒരു ഭാഗത്താണ് ഡോർമെട്രി ഉള്ളത് നമ്മുടെ. പിന്നെ നേരെ ഇനിയിപ്പം അവിടെ പോയിട്ട് ബാഗൊക്കെ എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാം. ഞങ്ങൾ ഈ ഒരു ഡോർമെട്രീൻ്റെ ഭാഗത്ത് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ വീഡിയോ ഒക്കെ പറഞ്ഞത് അങ്ങ് അവിടെ നിന്നാണ്. ഈ ഒരു ഇന്ത്യൻ ഫ്ലാഗ് നിങ്ങളിവിടെ നോട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഡോർമെട്രീൻ്റെ ഇതൊക്കെ വരുന്നത്. നമ്മുടെ ഈ ഒരു 13-ാം നമ്പർ ഇതാണ്. ഇതേപോലുള്ള ഒരുപാട് മുറികളുണ്ട്. ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഡോർമെട്രി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ 10 ബെഡുകളുണ്ട്. ഒരാൾക്കാർ ഏകദേശം ചെക്കൗട്ട് ചെയ്ത് പോയി, കാരണം അതിൻ്റെ ടൈം സ്ലോട്ട് ആവാനായി. പിന്നെ അതുപോലെ ഇതിൻ്റെ ടൈം സ്ലോട്ടൊക്കെ വരുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. പിന്നെ രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ 12 മണിക്കൂറാണ് ഇതിൻ്റെ സ്ലോട്ട് ടൈമിങ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെക്കാം. പിന്നെ എക്സ്ട്രാ നിങ്ങൾ ഈ ഒരു പൂട്ട്, അതായത് ഈ ലോക്ക് നിങ്ങൾ കൊണ്ടുവരാം കേട്ടോ. അതിവിടെ പ്രൊവൈഡ് അല്ല. ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെയാണ് ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നത്. പിന്നെ 12 മണിക്കൂർ ഞങ്ങൾ ഈ ഒരു ഡോർമെട്രി എടുത്തിട്ടുണ്ട്. അതിന് ഒരാൾക്ക് വന്ന ചാർജ് എത്രയാ പറയാൻ തന്നെ എന്താ പറയാ, അത്രയും ചീപ്പാണ്. വെറും 95 രൂപ മാത്രമേ വരുന്നുള്ളൂ. 100 പോലും വരുന്നില്ല. 95 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ 12 മണിക്കൂർ സ്ലോട്ടാണ്. രാവിലെ 8 മണി മുതൽ ഇപ്പോൾ 8 മണി വരെ. ഇപ്പൊ ഏകദേശം ഒരു 7:45 ചെക്ക്ഔട്ട് ചെയ്യാനായി. അതുപോലെ പറയുമ്പം നമ്മൾ ഇതിനു മുമ്പേ ഓൾഡ് ഡൽഹി, അതായത് ഡൽഹി ജംഗ്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് അന്നത്തെ ഡോർമെട്രി ഇതായിരുന്നില്ല. അത് വേറെ സെക്ഷനാണ്. ഏതായാലും ചെക്കൗട്ട് ചെയ്ത ശേഷം അതൊന്ന് അല്ല മനു. അതെ, കാണാൻ ഇപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു ബാഗിലേക്ക് ഇതൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും 8 മണി ഇറങ്ങേണ്ട ടൈം തന്നെ ആയി. ഇപ്പോൾ ഡോർമെട്രി ഒക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇതാ ഒരു 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടി ഓൾറെഡി വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തെ ഡോർമെട്രിയിലാണ് താമസിച്ചത്. ഇവിടെ 10 മുതൽ 11, അതുപോലെ 15, 20 ആ ഒരു നമ്പേഴ്സൊക്കെ ഉള്ള ഈ ഒരു ഭാഗം ഇവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക്, അതായത് ഡൽഹി ജംഗ്ഷനിലത്തെ ഡോർമെട്രി ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. പകല് വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് താമസിച്ചോ എന്നല്ലാതെ രാത്രിയിൽ നിങ്ങൾ അധികം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നമ്മൾ അന്ന് വന്ന സമയത്ത് ഇതേ കാര്യം പറഞ്ഞു തന്നെയാണ്. അതെ, പ്ലാറ്റ്ഫോം നമ്പർ 3 ഇതാ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഈ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. മന്തോർ എക്സ്പ്രസും ആശ്രം എക്സ്പ്രസും ഈ 2 വണ്ടിയായിട്ടാണ് ഇത് റേറ്റ് ഷെയറിംഗ് ഉള്ളത്. നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 22,995 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇംഗ്ലീഷിന് പുറമെ ഹിന്ദിയുണ്ട്, ഗുജറാത്തിയും ഉണ്ട്. അതെ, ഈ ഒരു ട്രെയിനില്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് വെസ്റ്റേൺ റെയിൽവേന്റെ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഗുജറാത്തി ഉള്ളത്. ഇതിൻ്റെ ഈ ആദ്യം കാണുന്നത് ഇതിൻ്റെ ജനറൽ ക്ലാസ്. ഇതൊക്കെ ഏകദേശം ഫുള്ളായി തന്നെ പറയാം. ഇതിൽ തന്നെയാണ് RMS ഉള്ളത് കേട്ടോ. അതായത് ഇത് ഈ ഒരു ഭാഗം മൊത്തം RMS, അതായത് മെയിൽ സർവീസ് ഒക്കെ ഉള്ളത്. അതിനുശേഷം ആൾക്കാർ
കയറുന്നത്. ദേ ഇവിടെ ഫുള്ളായി. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് ആണേ. നല്ല അടിപൊളി കോച്ചാണ്. സ്ലീപ്പറൊക്കെ നല്ല വൃത്തിയാണ്. S3 ദില്ലി സബർമതി, ദില്ലി ജോധ്പൂർ. ആ റേക്ക് ഷെയറിങ്ങിൻ്റെ അതാണ്. 2 റൂട്ടിലേക്ക് ഈ ഒരു ട്രെയിൻ പോകുന്നുണ്ട് എന്ന് മാത്രം. ഇപ്പം സമയം 20:01, അതായത് 8:01. ആൾക്കാരൊക്കെ നല്ല വന്നു തുടങ്ങിയല്ലോ ട്രെയിനിൽ. നമ്മുടെ കോച്ചിന് വന്നിട്ടുണ്ടാവുമോ നോക്കാം നമുക്ക്. നമ്മുടെ കോച്ചിൻ്റെ ഇന്ന് ഡോറൊന്നും ഓപ്പൺ ആയിട്ടില്ല. എന്നാൽ പിന്നെ അതൊക്കെ പതിയെ തുറക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ലോക്കോമോട്ടീവ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ട്രെയിന് ഫസ്റ്റ് AC വരെ ഉണ്ട് കേട്ടോ. H1 ലോക്കോമോട്ടീവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഡീസലാണ് കേട്ടോ ലോക്കോമോട്ടീവ്. WDP 4D ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. ഇത് പിന്നെ നമ്മുടെ ദുരന്തോ എക്സ്പ്രസിന്റെ ലിവറിയാണ്. ആ ഒരു പച്ച തീം നല്ല രസമില്ല അത് കാണാൻ. എനിക്ക് ഈ ഒരു കളർ നല്ല ഇഷ്ടമാണ്. ഇവിടെ ലോക്കോമോട്ടീവ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഡൽഹി ജംഗ്ഷൻ, ഇതാണ് നമ്മുടെ ലോക്കോമോട്ടീവ് വരുന്നത്. WDP 4D. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച് ഇതാണ്. 3rd AC M2. പക്ഷേ 8:20 ഇപ്പോഴും ഇതിന്റെ കോച്ചൊന്നും ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ സ്ലീപ്പർ എല്ലാം ഓപ്പൺ ആയി. അതെന്താ അങ്ങനെ? ഇതാ എല്ലാം അടച്ചിട്ടിരിക്കുക. നമ്മുടെ ഈ ഒരു കോച്ച് തുറക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബെർത്ത് വരുന്നത് ഇവിടെയൊന്നും അല്ല, ഇവിടെയും അല്ല. ഇവിടെ ലേറ്റ് ഇടട്ടെ, അത് എന്നാലും എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഇവിടെ ഓക്കെ 46ഉം 43ഉം ഈ 2 അപ്പർ ബെർത്താണ് നമ്മുടേത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത എന്താ പറയുക, നമുക്ക് എങ്ങനെ 2 അപ്പർ ബെർത്ത് കിട്ടി എന്നുള്ളതാണ്. കറക്റ്റ് ഇത് തന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇത് തന്നെ കിട്ടി. ഇനി ഈ ഒരു 3rd ACയും 3rd AC എക്കണോമിയും തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം പറയാം. ചാർജിങ് സോക്കറ്റൊക്കെ ഒരുപോലെ തന്നെ. അവിടെ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ചാർജിങ്ങിൻ്റെ. അതായത് ഇതാ ഇവിടെയാണ് അത് കണക്ട് ചെയ്യുക ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇതൊക്കെ നമുക്ക് ലേറ്റാണ്. പിന്നെ ഈ ഒരു മിഡിൽ ബെർത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് AC വെൻ്റ് ഉണ്ട്. ഇതാ ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ആ ഒരു സൈഡ് അപ്പറിൻ്റെ അവിടെ നമുക്ക് വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് AC വെൻ്റ് ഉള്ളത് കണ്ടോ. പക്ഷേ ഒരു മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഈ ഒരു ബെർത്തിൻ്റെ വീതിയൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. 3rd ACനെക്കാട്ടിയും കുറേ ബെർത്തിൻ്റെ വീതിക്കൊക്കെ കുറവുണ്ട്. പിന്നെ സീറ്റിൻ്റെ, അതായത് നമ്മുടെ ഈ ഒരു ബെർത്തിൻ്റെ എണ്ണത്തിലും കൂടുതലാണ്. 3rd ACനെക്കാട്ടിയും കൂടുതൽ ബെർത്ത് ഉണ്ട് 3rd AC എക്കണോമിയിൽ. ഇനി ഈ ഒരു ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനെ പറ്റിയൊക്കെ പറയണ്ടേ. ഞങ്ങൾ ഇതിൽ 2 ആഴ്ച മുന്നെയാണ് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 6 AC 5 6 ഉണ്ടാകുന്ന ആ ഒരു പൊസിഷനിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ജോധ്പൂർ വരെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 380 രൂപയാണ്. അതിന് പുറമെ തന്നെ കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞ ഒരു കോളത്തിൽ ചെറിയൊരു ടിക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ 3rd AC എക്കണോമിക്ക് വരുന്ന ചാർജ് 930 രൂപയാണ്. മനു, നമ്മുടെ സ്ലീപ്പർ ക്ലാസിന്റെ പറയുവാണെങ്കിൽ 350 പ്ലസ് 350 വന്നാലും 760 ആവുള്ളൂ. അത്രേ ഉള്ളൂ. അതിനേക്കാളും വരുന്നുണ്ടല്ലോ ഇത്. തീർച്ചയായും അതൊരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണിക്കാം. നമ്മുടെ ടിക്കറ്റ് ആണ്. ഇതിന്റെ PNR ഒക്കെ ഞാനൊന്നും ബ്ലർ ചെയ്തിട്ടുണ്ട്, കാരണം അത് നമ്മുടെ ഒഫീഷ്യൽ കാര്യമാണല്ലോ. അപ്പൊ ഇവിടെ SL എന്നാണ് സ്ലീപ്പർ ടിക്കറ്റിന്റെ. അപ്പൊ ഇതാ 6 AC സംഭവങ്ങളെ കാണാം. ചാർട്ട് പ്രിപ്പയർഡ് ആയപ്പോ നേരെ M2ലേക്ക് അങ്ങ് പോയി. എന്തൊരു ഭാഗ്യല്ലേ. നിങ്ങൾ ആ കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞ ഒരു കോളത്തിൽ ചെറിയൊരു ടിക്ക് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എക്സ്ട്രാ പേയ്മെന്റിനും TTക്കൊന്നും കൊടുക്കുന്നു വേണ്ട കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ പലർക്കും ഈ അപ്ഗ്രേഡേഷൻ പറയുമ്പോൾ ഈ TTക്ക് പൈസ കൊടുക്കണോ എന്ന് പറയും. ഇത് അങ്ങനെ, ഇത് നമുക്ക് റെയിൽവേ തരുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് കണക്കാക്കാം. കാരണം ഈ സ്ലീപ്പർ ക്ലാസ് വെയിറ്റിംഗ് ലിസ്റ്റ് ആവണം. നിലവിൽ ഇന്ന് വെയിറ്റ് ലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ACയിൽ അവൈലബിളും ഉണ്ടാവണം. ഞങ്ങൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചത് 2 വെജ് ഫ്രൈഡ് റൈസ് ആണ്. ഇതാ നവിക്കുള്ളതുണ്ട്, അതുപോലെ തന്നെ എനിക്കുള്ളതുണ്ട്. ചൂട് പോകുന്നതിന് മുന്നേ ഇത് കഴിക്കണം. അതിന് പുറമെ തന്നെ ഒരു 4 ബട്ടർ നാനും കൂടെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് കറിയൊന്നും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷന് പുറത്ത് തന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഫുഡ് കോർട്ട് ഉണ്ട്. ഞങ്ങൾ മുമ്പേ ഡൽഹി വന്ന സമയത്ത് അവിടുന്ന് ഭക്ഷണം കഴിച്ചത്. അതുപോലെ ഇന്ന് ഉച്ചക്കും കഴിച്ചത് അവിടുന്ന്. സത്യം പറയാനുണ്ടല്ലോ, നല്ല പൈസയായി എന്നതിന് പുറമെ ഒരു ടേസ്റ്റ് ഇല്ല. അതാ എടുത്തു പറയേണ്ട കാര്യം അതാണ്. രാത്രിക്ക് നമുക്ക് അത് തന്നെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ന്യൂഡൽഹി പോയിട്ട് തന്നെ പകർഗഞ്ച് പോയിട്ട് തന്നെ അത് വാങ്ങിയത്. കാരണം ഡൽഹി വന്നാൽ തന്നെ നമ്മൾ മിക്കവാറും കഴിക്കുന്നത് ഇതേ ഹോട്ടലിൽ നിന്നാണ്. ഇതേ ഐറ്റം തന്നെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് പുറമെ 2 പ്ലേറ്റും കൂടെ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചൂട് പോകുന്നതിന് മുമ്പ് എടുത്ത് കഴിക്കാം. ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 9:21 വണ്ടി എടുത്തത്. 9:20 എടുക്കേണ്ടത്. 1 മിനിറ്റ് ഡിലേ. ഇവിടുത്തെ അനൗൺസ്മെന്റിന് ഭയങ്കര ശബ്ദമാണ്.
പ്ലാറ്റ്ഫോമിൽ നമ്മൾ വേറെ എന്തെങ്കിലും സംസാരിച്ചൊന്നും മനസ്സിലാവില്ല. അടുത്ത സ്റ്റോപ്പ് ഡൽഹി കണ്ടോൺമെന്റ് ആണ്. 14 കിലോമീറ്റർ ഉണ്ട്. ഡൽഹി റോഡ് വിടാം. ഡൽഹി ജംഗ്ഷൻ. സമയം ഇപ്പം 9:57. ഡൽഹി കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഡൽഹി ക്യാൻറ്റ്. അണ്ടർസോഡ് കോച്ചിൽ കയറേണ്ട തിരക്കാണിത്. गाड़ी संख्या 224222 जोधपुर से चलकर दिल्ली सराय हो जाने का. ട്രെയിൻ ഇപ്പോൾ പാലെന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു മാന്തോർ എക്സ്പ്രസ് ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം 1983-ലാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിന്റെ പേര് എന്ന് പറഞ്ഞാൽ മാൻഡോർ. ഈ മാൻഡോർ എന്ന് പറഞ്ഞാൽ ജോധ്പൂരിൽ നിന്ന് 9 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ചരിത്രപ്രധാനമായിട്ടൊരു സ്ഥലമാണ്. ഒരു പുരാതന സ്ഥലം എന്ന് പറയാം. അവിടെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഒരു രാവണ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് മേളകളും ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട്. സമയം ഇപ്പോൾ 10:10. പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇതാ വണ്ടി എടുത്തിരിക്കുകയാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടായി. അതായത് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് നമുക്ക് ഇവിടെ തന്നെ കാണാം. പാലം ഈ കാണുന്നതാണ് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത്ര അടുത്ത് നമുക്ക് കാണാം. ഒരുപാട് ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് ഒന്നും വ്യക്തമാവുന്നില്ല. അതാണ് ഒരുപാട് ഫ്ലൈറ്റ്സ് ഉണ്ട്. ഇൻഡിഗോ കൂടുതലും. ഇൻഡിഗോ ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്. വിസ്താര ഉണ്ടോ ഒരു സംശയം. അങ്ങനെ എയർപോർട്ട് കഴിഞ്ഞു. ഒരു ഫ്ലൈറ്റ് അവിടെ റൺവേയിലുണ്ട്. ഈ ട്രെയിൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ റെയിൽവേൻ്റെ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് നമുക്ക് പുതപ്പ് ഇതുണ്ട്, അതുപോലെ തന്നെ പില്ലോയുണ്ട്. പിന്നെ ഇത് നേരത്തെ ഓൾറെഡി ഞാൻ വിരിച്ചിട്ട ഈ ഒരു കമ്പിളി. അപ്പം ഇനിയിപ്പം ഒക്കെ വിരിച്ച് സെറ്റാക്കാം. സമയം ഇപ്പം 10:30. ഹരിയാനയിലെ ഗുരുഗ്രാം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഗുരുഗ്രാം അഥവാ ഗുഡ്ഗാവ്. അവിടെ ഒരു നെയിം ബോർഡ് ഉണ്ട്. ഹിന്ദിയിൽ ഗുഡ്ഗാവ്, ഇംഗ്ലീഷിൽ ഗുർഗോൺ. ഗുഡ്ഗാവിൽ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇതിൻ്റെ കാര്യം പറയുമ്പം ഇവിടുത്തെ സൈബർ ഹബ്ബ് അതുപോലെ സൈബർ സിറ്റി ഇവിടങ്ങളിലൊക്കെ നമ്മൾ പോയി വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തതാണ് കേട്ടോ. അതായത് ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങുകളും ഒരുപാട് കാണേണ്ട കാഴ്ചകളൊക്കെ ഉണ്ട് ഈ ഒരു ഗുഡ്ഗാവിൽ. അതൊക്കെ ഉണ്ടല്ലോ ഈ റെയിൽവേ സ്റ്റേഷന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഉള്ളത്. അതെ, ഇനിയിപ്പം ഈ ഒരു ട്രെയിൻ റവാഡി വഴിയൊക്കെയാണ് പോകുന്നത്. ജയ്പൂർ വഴി. അതെ, ജയ്പൂർ വഴി. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ തന്നെ കയറി കടന്നുറങ്ങാണ്. നമ്മുടെ കോപ്പാസ്കറൊക്കെ കടന്നുറങ്ങി. അപ്പം ഞങ്ങളിനിയിപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തൊന്നും ശരിയല്ലല്ലോ. അല്ലല്ല, ഇനി രാത്രി കടന്നുറങ്ങാൻ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7:05. റൈക്കാബാഗ് പാലസ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ അടുത്തതാണ് ഇനിയിപ്പം ജോധ്പൂർ. അതിന് മുന്നേ ഉള്ള ഒരു മെയിൻ സ്റ്റേഷനാണിത്. ഇവിടെ ഇപ്പോൾ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നു. നിലവിൽ ഇവിടെ സ്റ്റോപ്പില്ല, 2 കിലോമീറ്റർ മാത്രമാണ് ജോധ്പൂരിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ട്രെയിൻ വളരെയധികം സ്ലോ ആയിട്ട് വരുന്നുണ്ട്. ആ 2-3 ആണുങ്ങൾ ഇറങ്ങി, അതുപോലെ തന്നെ ഒരു പെണ്ണുങ്ങളും ചാടി ഇറങ്ങുകയും ചെയ്തു, അവിടെ വീഴുകയും ചെയ്തു. അത് അങ്ങനെ ഇവിടെ ഓൾറെഡി വണ്ടി നിൽക്കുന്നതിന് മുന്നേ ചാടി ഇറങ്ങി. എല്ലാവരും അവിടെ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ആത്താ ഉണ്ടായത്. അതിനുശേഷമാണ് വണ്ടി നിന്നത്. ഞാനൊരു കാര്യം പറയാൻ എന്ത് വന്നാലും ആരും ഇങ്ങനൊന്നും എന്താ പറയുക ശ്രമിക്കാൻ പാടില്ല. കാരണം എല്ലാ അപകടമായി വരും. നമ്മുടെ എന്താ പറയുക ജീവൻ മറന്നുള്ള ഒരു പരിപാടിക്കും പോകാതിരിക്കുക. ചിലപ്പോൾ ആ ഒരു വീഴ്ച ചിലപ്പോൾ ട്രാക്കിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ രാത്രിക്ക് നല്ല ഹെവി തണുപ്പായിരുന്നു. ഈ 3rd AC എക്കണോമീൻ്റെ അപ്പുറത്ത് കിട്ടുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന് എക്സ്ട്രാ AC വെൻ്റൊക്കെ ഉണ്ട്. അത് മൂക്കിലേക്കൊക്കെ അടിച്ച് എനിക്ക് ജലദോഷമൊക്കെ വന്നിട്ട് ശരിക്കും പറഞ്ഞാല്. ഈ 3rd AC എക്കണോമി 3rd AC തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ പൈസയിൽ. കാരണം നമ്മുടെ പൈസ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ജോധ്പൂർ വരെ 930 രൂപയാണ്. ഒരു 65 രൂപ മാത്രമേ കൂടുതലുള്ളൂ 3rd ACക്ക്. അതിന് 995 രൂപയാണ് വരുന്നത്. അതെ, ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര മണിക്ക് വണ്ടി എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എന്തായാലും ഇതാ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വണ്ടി വന്ന് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി. ഡൽഹിയൊക്കെ വരുന്നത് നോർത്തേൺ റെയിൽവേ ആണ്, ഇത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ. ഏതൊരു ട്രെയിൻ അനൗൺസ്മെന്റ്. റണാക്പൂർ എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു കോച്ചിൽ ഇതിനെ പറയുന്ന പേര് LHP എന്നാണ്. ഇതിന്റെ മാക്സിമം സ്പീഡ് 160 km/h ആണ്. ഈ കോച്ചിന് ഈ ഒരു സ്പീഡിൽ വരെ പോകാൻ പറ്റും. അത് ഈ ഒരു കോച്ചിന്റെ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 160 kmph എഴുതിയതാണ്ട. ഉത്കൃഷ്ട കോച്ചാണെങ്കിൽ 110 km/h മാത്രമേ പോകാൻ പറ്റുള്ളൂ. 7:23 റൈക്കാബാഗ് പാലസ് എന്താ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നല്ല പേരാണ്, റൈക്കാബാഗ് പാലസ്. അങ്ങനെ ഇവിടെ നിന്നും വണ്ടി എടുത്ത് പോവുകയാണ്. ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ചെറിയൊരു വളവുണ്ട് ഇവിടെ. അവിടെ ഒരു ലോക്കോമോട്ടീവ് ഉണ്ട്. നമ്മൾ വരുന്നത് കാത്ത്. WDP4. ഈ റൂട്ടിൽ മുഴുവനായിട്ടുള്ളത് ഇങ്ങനെയാണ്. കൂടുതലും കാണുന്നത് ഡീസൽ എഞ്ചിൻ തന്നെയല്ല, മറ്റേ ഡീസൽ ലോക്കോമോട്ടീവ് തന്നെയാണ് കണ്ടത്. കാരണം ഞങ്ങളെ വണ്ടിക്കും ഡീസലാണല്ലോ ഉള്ളത്. നമ്മുടെ ലോക്കോമോട്ടീവാണ് ആ കാണുന്നത് മുന്നിൽ. അവിടെ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷനിലെത്തിയതാ. സമയം 7:30. ഇവിടെ ജോധ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും 618 കിലോമീറ്ററാണ് യാത്ര ചെയ്തത്. ഇത് ജോധ്പൂർ ഇൻഡോർ എക്സ്പ്രസ്. ഈ ഒരു ഭാഗത്താ പ്ലാറ്റ്ഫോം എന്നാണ് വിചാരിച്ചത്, ഇവിടെ അല്ല. ഈ നമ്മൾ രണ്ടുപേരും കിടക്കുന്ന ഇവിടെ തന്നെയാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു AC ഇവൻ്റ് ഉണ്ട് ഇവിടെ. അത് ഇവിടെയും ഉണ്ട്. പിന്നെ ഇതാണ് മെയിൻ 2 AC ഇവന്റ്സ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബാക്ക് എടുത്ത് ഇറങ്ങാം. ജോധ്പൂർ. ഇവിടെ ഇത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വണ്ടി വരിക. അത് ഏത് വണ്ടിയാണ്? ഇതെന്താ ഹംസഫറിന്റെ ലിവറിയൊക്കെ കാണുന്നുണ്ട്. നോക്കാം.
ഈ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ഭാഗമൊന്നും നിങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ. അത് വേറെ ഒന്നുമല്ല, NTS ചതിച്ചതാണ്. കാരണം റെയിൽവേന്റെ ഒഫീഷ്യൽ ആപ്പാണ് NTS. NTSൽ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതാണ് കണ്ടത്. പക്ഷേ 1ലേക്ക് വന്നില്ല, 3ലേക്കാണ് വന്നത്. നിങ്ങൾ ആ സമയത്ത് വേർ ഈസ് മൈ ട്രെയിനിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ കറക്റ്റ് 3 തന്നെയുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അല്ലേ, അത് തെറ്റാവെന്ന് വിചാരിച്ചിട്ട് അതിനെ വിട്ടു. എന്നിട്ട് NTSനെ വിശ്വസിച്ച് പോയി. NTS ചതിച്ചാശാനെ. അതുകൊണ്ടാണ് പറഞ്ഞ പോലെ ജോധ്പൂരിലേക്ക് ട്രെയിൻ കയറി പോകുന്ന ആ ഒരു കാഴ്ച എടുക്കാൻ വേണ്ടി പറ്റാതിരുന്നത്. അതായത് ഇതേ സമാനമായ അവസ്ഥ ഋഷികേശിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോം ഒക്കെ ഒരു വെറൈറ്റി ആണ്. ഇത് കണ്ട, ഈ ഒരു ഭാഗത്താണ് റിട്ടയർ റൂംസ് ഒക്കെ വരുന്നത്. ഇവിടെ തന്നെ ഫുഡ് കോർട്ടും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇതുവഴി നമുക്ക് ആദ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. നല്ല റെയിൽവേ സ്റ്റേഷൻ, നല്ല വൃത്തിയാണ്. ഈ ഒരു ഭാഗമൊക്കെ കണ്ടതാ. ഇവിടെ ആ ഒരു വണ്ടി ഇതാ, ഇത് ദാദർന്ന് ബിക്കാനീറിലോട്ട് വന്ന വണ്ടിയാണ് കേട്ടോ. ജോധ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത് ഇവിടെ ഉത്തർ പശ്ചിം റെയിൽവേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഫ്ലാഗ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ ഒരു പഴയ ഒരു ലോക്കോമോട്ടീവും കൂടെ ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഈ ഒരു പുറത്തെ കാഴ്ചയാണിത്. നല്ല റഷാണ്, എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഓട്ടോ ചേട്ടന്മാർ ഇപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ 5 ആൾക്കാർ നിരന്ന് ചോദിക്കുക ഓട്ടോ വേണോ എന്ന്. ഇവിടെ പോകേണ്ടത് റൂം വേണോ, ഇതാണ് അവരെ പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ ഇവിടെ മാത്രം എല്ലായിടത്തും അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ രാജസ്ഥാനിൽ ജയ്പൂർ കഴിഞ്ഞാൽ 2ാമത്തെ വലിയ നഗരമാണ് ജോധ്പൂർ. ഇതിന് തൊട്ട് മുന്നിൽ തന്നെ ഐ ലവ് സൺ സിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ഐ ലവ് സൺ സിറ്റി. അതായത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാട്ടോ. നല്ല ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ ഇതിന്റെ രാത്രി വ്യൂ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ഒക്കെ കാണാത്തവരാണ് കാണുക. കാരണം രാത്രി വ്യൂ അടിപൊളിയാണ്. കാരണം ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്റ്റേഷന്റെ ഇവിടെയൊക്കെ നല്ല കിടിലൻ ലൈറ്റിംഗ് ആണ്. ഇനി ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് നമുക്കിനിയിപ്പോൾ ഒരു പുറത്തേക്ക് ഇറങ്ങാം. അതായത് ഈ രാജസ്ഥാനിലത്തെ പ്രധാനപ്പെട്ട 2ാമത്തെ വലിയ നഗരമാണ് ജോധ്പൂർ വരുന്നത്. ഈ ഒരു സ്റ്റേഷന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്, അതായത് ഹോട്ടൽസ് ആണ്. ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് അന്ന് കഴിച്ചത്. ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഈ ഒരു ഭാഗത്തെ ഫുഡ്. നേരെ ഇതുവഴി നടക്കാം. ഇത് ഇവിടുത്തെ എന്താ പറയാ ബസ്സാണേ. ഈ നമ്മുടെ ട്രാവലർ കണ്ട, ട്രാവലറല്ല, നമ്മുടെ ടെമ്പോ, നമ്മുടെ ടാറ്റേന്റെ. ഇവിടെ ലോറി, നമ്മുടെ നാട്ടിലൊക്കെ അത് ലോറിയാന്നല്ലേ ഉണ്ടാവുക, ഇവിടെ അത് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഞങ്ങൾ ഇതുവഴി നടക്കാം. ഇതോ ഇവിടെ ഒരു ഭീകരം കിടക്കുന്നിതാ, അവിടെ കിടക്കട്ടെ. തിരക്കൊന്നുമില്ല ഈ ഒരു റൂട്ടിൽ. ഇല്ല, കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. രാവിലെ ആയതുകൊണ്ടായിരിക്കാം. കാരണം തുറന്നു വരണമെങ്കിൽ ഒരു 8-9 മണിയാവും. ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, അവിടത്തോട്ട് നടന്നു പോവുക. ആ റെയിൽവേ സ്റ്റേഷന്റെ തിരക്കെന്നൊക്കെ മാറി ഇപ്പോൾ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല റോഡുകൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ കടകളൊന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. നമുക്കിനി അധികമൊന്നും പോകാനില്ല, ഏകദേശം എത്താനായി. ഒരുത്തനിത് ഇവിടെ ചെറിയൊരു പട്ടിക്കുട്ടിയാ. അപ്പോൾ നമ്മുടെ പുറകെ തന്നെ വരുമോ കുറേ നേരമായിട്ട്. ആര് ബായി അതിനെ എടുക്കാൻ വേണ്ടി പോയതാ. പോകുന്നില്ല ഇതാ. ഒരു കൂട്ടം പ്രാവുകൾ അത്ര ഇവിടുന്ന് തീറ്റ തിന്ന. മൊത്തത്തിൽ ഇപ്പൊ ഇവിടുന്ന് പാറിപ്പോവാന്നാണ് പേടി. അധികം മുന്നിലോട്ട് പോകുന്നത് ശരിയല്ല, അവറ്റകൾ എന്തായാലും പാറിപ്പോവും. എല്ലാത്തിനും ഇവിടെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ എത്ര എണ്ണം ഉണ്ടെന്നറിയോ. നമ്മുടെ ക്ലോക്ക് ടവർ ഏകദേശം എത്തി കേട്ടോ. ഈ മുന്നിൽ കാണുന്ന ഈ ഭാഗത്തുള്ളത് തന്നെയാണത്. നല്ല രസമില്ല ഇതൊക്കെ കാണാൻ. ഇതാണ് നമ്മുടെ ടാറ്റേന്റെ വണ്ടി. ഇവിടെ ഒരു കുതിര വണ്ടിയൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറി പോവുക. ടിക്കറ്റൊന്നും ഇല്ല കേട്ടോ, അകത്തോട്ട് കയറി പോവാം. സമയത്ത് നമ്മൾ രാവിലെ ആണല്ലേ വരുന്നത്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. സർദാർ മാർക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇതാ നമ്മൾ കയറുകയാണ്. നമുക്ക് ഇതൊരു കവാടൊക്കെ ഉണ്ട്. അതാണ് ക്ലോക്ക് ടവർ. ദേ മുന്നിൽ കാണുന്നുണ്ടല്ലോ. ശരിക്കും ഈ സമയത്ത് വന്നത് തന്നെയാണ് നല്ലത്. എന്താ അറിയോ, അധികം ലേറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരെ ആരും നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റൂല.
ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മെയിൻ സ്ഥലമാണ് കേട്ടോ ഇത് രാജസ്ഥാനിലെ. ഇതൊക്കെ ടൂറിസ്റ്റുകളാണ്, അതിൽ ഗൈഡും ഉണ്ട് അവരുടെ കൂടെ. സമയമൊക്കെ അവിടെ നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇവിടെയുള്ള ആൾക്കാർ സമയം നോക്കിയിരുന്നത് ഈ ഒരു ക്ലോക്ക് ടവർ വെച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ നേരെ ഇവിടെ തന്നെ ഒരു കോട്ടയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കയറാൻ പറ്റും, കാരണം അവിടെ കുറേ ആൾക്കാർ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്കും കയറണമല്ലോ ഒന്ന്. അതിൻ്റെ ഒരു എൻട്രി ഭാഗമുള്ളത് അങ്ങ് അവിടെ എവിടെയെങ്കിലും ആയിരിക്കാം. നോക്കാം നമുക്ക്. എന്തായാലും ഇതുവഴി പോയി നോക്കാം. വേ ടു ക്ലോക്ക് ടവർ സെൽഫി പോയിന്റ്. ഇന്ത്യൻസിന് വരുന്നത് 25 രൂപയാണ്, ഫോറിനേഴ്സിന് 100 രൂപയാണ്. അതുപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസിന് ഫ്രീ ആണ്. ടൈമിങ് രാവിലെ 7 മണി മുതൽ ഉച്ച 2 മണി വരെ, പിന്നെ 3 മണി മുതൽ രാത്രി 10 മണി വരെ. അങ്ങനെയാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. നമുക്കെന്തായാലും ഇതിൻ്റെ സെൽഫി പോയിന്റ് ആ ഒരു ഭാഗത്തേക്ക് എന്തായാലും കയറണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കയറി വരാൻ ഇവിടെയും വേറൊരു ഗേറ്റും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുവഴിയും വരാം, ഇപ്പം ഞങ്ങൾ വന്ന ആ ഒരു വഴിയും വരാം. വേ ടു ക്ലോക്ക് ടവർ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് നേരെ ഇവിടത്തേക്ക് നമുക്ക് കയറാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റെപ്പ് വഴി നമുക്ക് കയറി ആ ഒരു മുകളിലോട്ട് പോവാം. നമ്മുടെ സെൽഫി പോയിന്റ് ഒക്കെ ഉള്ളത് മുകളിലാണല്ലോ. കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. കയറി ഇതാ ഈ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഇതാണ്. നമ്മൾ ആ ഒരു ഭാഗത്തുനിന്നാണ് വന്നത് ഇപ്പം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 4 വശത്തെയും കാഴ്ചകൾ കാണുവാണെങ്കിൽ ഇത് ഇങ്ങനെയാണ്. ആ ഒരു ഫോർട്ട് ഉള്ളത്, ആ ഒരു കോട്ടയുള്ളത് അങ്ങ് ആ മുകൾ ഭാഗത്താണ്. നല്ലൊരു വ്യൂ അല്ലേ? എനിക്കൊന്ന് ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലോട്ട് കയറാനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നോക്കിയിട്ട് വരാം. നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ആൾക്കാർ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഇത് തന്നെ. ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹിസ്റ്ററി ഓഫ് ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവറിൻ്റെ ഹിസ്റ്ററിയാണിത്. ഹിന്ദിയിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട്, കാരണം ഫോറിനേഴ്സ് കൂടുതലായിട്ടും വരുന്നുണ്ടല്ലോ ഇവിടെ. ഇവിടെ കുറച്ച് ഇടുങ്ങിയ വഴിയാണ് കേട്ടോ ഇത്. കുഴപ്പമില്ല. എന്നാലും ഇവിടെയൊക്കെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലോസ് അല്ല, അയ്യോ ഇത് ക്ലോസാ. അല്ല ഇതാ ഇവിടെയാ ക്ലോസ്. ഇവിടം വരെ പോകാൻ പറ്റില്ല കേട്ടോ, ഇതിനിപ്പോൾ ക്ലോസ് ആണ്. ഇതാണ് ആ ഒരു ക്ലോക്കിന്റെ ഒരു ഘടികാരൊക്കെ കാണുന്നുണ്ടതാ. എന്തായാലും താഴോട്ട് തന്നെ ഇറങ്ങിക്കോ. നേരത്തെ നമ്മൾ പോയതില്ല നവി, അത് തന്നെയാണ് ഇതിന്റെ ആ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പറ്റില്ല. നമ്മൾ വിചാരിച്ച് ഇതാണെന്നാണ്, ഇതല്ല. അത് താഴെയുള്ള തന്നെയാണ്. കുറെ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, അതുപോലെ തിരിച്ചിറങ്ങി. അപ്പൊ തന്നെ നമുക്ക് ഡൗട്ട് വന്നു. നമുക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി വരാം. ആദ്യം തന്നെ പറഞ്ഞത് ആ വഴി കയറി വന്നു, നേരെ ഇവിടെ വന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കൊടുത്ത് നേരെ മുകളിലോട്ട് കയറി വരാം. സിമ്പിളാണ്. രാവിലെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, കാരണം തിരക്കേ ഇല്ല. ഇവിടെ ഒരുപാട് വീടുകളും ഉണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ. ആ ഒരു ഭാഗത്തേക്ക് വീടുകളാണ്. പിന്നെ ഇത് രണ്ടാമത്തെ, നേരത്തെ പറഞ്ഞാൽ രണ്ടാമത്തെ ആ ഒരു ഗേറ്റ്. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു കോട്ട തന്നെയാണ്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ മാൻഡോർ എക്സ്പ്രസിലേത്തെ യാത്ര ഇവിടെ ജോധ്പൂരിലെത്തിയ സ്ഥിതിക്ക് നമ്മുടെ ജോധ്പൂരിന്റെ കുറച്ച് കാഴ്ചകളും കൂടെ രാവിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, ഈ ഒരു ക്ലോക്ക് ടവറിലേക്കൊക്കെ വരുവാണെങ്കിൽ രാവിലെ തന്നെയാണ് നല്ലൊരു ടൈം. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെ വരാം, കാരണം രാത്രി 10 മണി വരെ ഉണ്ടല്ലോ. അതെ. രാത്രിക്ക് വരുവാണെങ്കിൽ മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി കഴിയും. റെയിൽവേ സ്റ്റേഷന് വാക്ക് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, നടന്നു വരാൻ കഴിയുന്ന ദൂരം 1 കിലോമീറ്റർ. അപ്പം ഇവിടുത്തെ ഈ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ കെട്ടിടങ്ങളായാലും ആ രാജസ്ഥാന്റെ ആ ഒരു സംസ്കാരം അതിന് തനിമ ശരിക്കും എടുത്തു കാണുന്നുണ്ട്. ആ കളറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജയ്സൽമീറിലും ജയ്പൂരൊക്കെ അതുവരെ രാജസ്ഥാൻ എവിടെ പോയാലും സെയിം തന്നെയാണ്. തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ മാൻഡോർ റെസിഡൻസിന്റെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയൊരു ഭാഗ്യവും ലോട്ടറി അല്ലേ? അതാണ് ഈ വീഡിയോന്റെ കണ്ടന്റ് തന്നെ. അതെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.